ചാപ്റ്റർ 1 വേഴ്സസ് 1. ഒന്ന് പത്രോസിൻ്റെ ലേഖനം 1-ാം അതിൻ്റെ ഒന്നാമത്തെ വാക്യം ഒന്ന് വായിച്ച് സഹായിച്ചു. അടുത്ത നിങ്ങൾക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട വായിച്ച ദീദി, വളരെ അനുഗ്രഹിക്കപ്പെട്ട വചനം ഹിന്ദിയിൽ ഒന്ന് വായിച്ചാട്ടെ. पहला पत्रस उसका पहले अध्याय का पहली आयत. पत्रस की ओर से जो यीशु मसीह का प्रेरित है, उन परदेशियों के नाम जो पुंतुस और गलातिया और कप्पदूकिया, आसिया और बिथुनिया में तितर बितर होकर रहते हैं और परमेश्वर के पिता के भविष्य ज्ञान के अनुसार आत्मा के पवित्र करने के द्वारा आज्ञा मानने और यीशु मसीह के लहू छिड़काने जाने से चुने गए हैं. तुम्हें अनुग्रह और शांति बहुतायत से मिलती रहे. और ये ही वचन है कि तुम्हें अनुग्रह और शांति बहुतायत से मिलती रहे. और आप लोग ध्यान पूर्वक परमेश्वर के संगति में बैठे रहे. വിശ്വാസ ജീവിതത്തിൽ ഇറങ്ങിത്തിരിച്ച അനേക ദൈവദാസന്മാരെ, ദൈവമക്കളെ എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. और मसीही विश्वास में जो है मन फिराए हुए लोगों को, बहुत लोगों को मैं भी जानता हूँ, आप लोग भी जानते हैं. വിശ്വാസ ജീവിതത്തിൽ ഇറങ്ങിത്തിരിച്ചിട്ട് ഒന്ന് നേരെ നിൽക്കാൻ വയ്യാതെ മാനസിക സമ്മർദ്ദങ്ങളേറി ഭാരത്തോടെ മുൻപോട്ട് പോകുന്ന അനേക കർത്തൃദാസന്മാരെയും വിശ്വാസികളെയും എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. और जो है मसीही जीवन में, मसीही विश्वास में बहुत सारे प्रभु के लोग भी, जो परमेश्वर के दास लोग भी निकले और उनका भार वो लोग ऐसे उठा नहीं पाते. ऐसे लोगों को आप भी जानते हैं, मैं भी जानता हूँ. ഒരുപാട് മേഖലകളിൽ അംഗീകരിക്കേണ്ട പല മേഖലകളിൽ ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തിയ അനേക വിശ്വാസികളെയും ദൈവദാസന്മാരെയും എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. और जहाँ पे मान सम्मान मिलना चाहिए वहाँ पे अकेला छोड़ दिया गया, त्याग दिया गया. ऐसे बहुत सारे विश्वासियों को और प्रभु के दास लोगों को मैं और आप, हम दोनों ही जानते हैं. എന്നാൽ ഇതെല്ലാം അവരുടെ ജീവിതത്തിൽ സംഭവിച്ചപ്പോഴും വിശ്വാസത്തിൽ ഒട്ടും പിന്മാറാതെ, പരിഭവം പറയാതെ ഇന്നും അവർ ദൈവസന്നിധിയിൽ നിൽക്കുന്നവരെ കുറിച്ച് നന്നായി നമുക്ക് അറിയാമല്ലോ. और ये सब होने के बावजूद भी जो है विश्वास में वो अटल रहे और बिना किसी भेदभाव के, बिना कुड़कुड़ाए वो आज भी यहाँ पे है. ऐसे लोगों को मैं और आप दोनों जानते हैं. യഹൂദന്മാരുടെ കാലഘട്ടങ്ങളിൽ 3 മതത്തിനായിരുന്നു വലിയ പ്രാധാന്യത ഉണ്ടായിരുന്നു. और यहूदियों के समय में 3 धर्म के लोगों की ज्यादा प्राथमिकता थी. ശ്രദ്ധിക്കണം, ഒന്നാമത്തെ മതം റോമൻ മതമായിരുന്നു. और पहला जो धर्म था वो था रोम. അവിടുത്തെ മതത്തിന്റെ ദൈവം അവിടുത്തെ ചക്രവർത്തിയായിരുന്നു. और वहाँ के उनका जो परमेश्वर था वो वहाँ का चक्रवर्ती था. രാജാവിനെ ആരാധിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് റോമൻ മതത്തിൽ ചേരാം, പൂർണ്ണ സ്വാതന്ത്ര്യം. और जो लोग राजा की आराधना करते हैं, जिन्हें पसंद है, वो लोग पूर्ण स्वतंत्रता के साथ रोमियों के साथ मिल सकते थे. രണ്ടാമത്തെ മതം യവന മതമായിരുന്നു. और दूसरा जो धर्म था യവനായ ഗ്രീക്ക് മതം, ഗ്രീക്ക് धर्म था. ഈ ഗ്രീക്ക് മതത്തിൽ ഒന്നിൽ കൂടുതൽ ദൈവങ്ങളുണ്ട്. ഒന്നിൽ കൂടുതൽ ദൈവങ്ങളെ ആരാധിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഗ്രീക്ക് മതത്തിൽ ചേരാം. और वहाँ पे जो है एक से ज्यादा भगवान थे. जो लोग एक से ज्यादा परमेश्वर की पूजा करने चाहते हैं वो ग्रीक धर्म के साथ जा सकते हैं. മൂന്നാമത്തെ മതമായിരുന്നു യഹൂദ മതം. और तीसरा जो धर्म था वो था यहूदियों का धर्म. സിനഗോഗുകളിൽ വരുവാൻ പോകുന്ന മശിഹയെ ആരാധിക്കുന്നവർക്ക് യഹൂദ മതത്തിൽ ചേരാം. और सिनेगोग में जो लोग आने वाले मसीहा की प्रतीक्षा कर रहे थे, उसकी आराधना करना चाहते थे, वो यहूदियों के साथ आराधना करते थे. ഒന്നാമത്തെ മതം യവനായ മതം.
और पहला जो റോമൻ മതം, धर्म है वो रोमियो का धर्म, രണ്ടാമത്തെ മതം ഗ്രീക്ക് മതം, और दूसरा धर्म ग्रीक धर्म, മൂന്നാമത്തെ മതം യഹൂദ മതം. और तीसरा जो धर्म था वो ഈ यहूदियों का। മൂന്ന് മതത്തിലും അവരുടേതായ ഇഷ്ടത്തിന് ചേരാം. और ये तीनों धर्म में अपने अपने जो पसंद है उसके अनुसार वो लोग मिल सकते थे। എന്നാൽ യഹൂദ മതത്തിനിടയിൽ നിന്നും ഗ്രീക്ക് മതത്തിനിടയിൽ നിന്നും റോമ മതത്തിനിടയിൽ നിന്നും വ്യത്യസ്തമായി ദൈവ സാന്നിധ്യം പ്രാപിച്ച ഒരു കൂട്ടർ മാറി നിന്നു. അത് ദൈവസഭയായി രൂപാന്തരപ്പെട്ടു. लेकिन रोमियो के जो धर्म से और ग्रीक धर्म से और यहूदियों के धर्म से अलग से जो खड़े हुए वो परमेश्वर की सभा थी। ഇവിടെ നോക്കണം, ഈ മൂന്ന് മതത്തിലുള്ളവർ അവർക്ക് വ്യത്യസ്തമായ ചില കാഴ്ചപ്പാടുകൾ പ്രാപിച്ച് ജീവനുള്ള ഒരു ദൈവമുണ്ട്, അവൻ വരുമെന്ന് ഉറച്ചുകൊണ്ട് അന്നത്തെ കാലത്ത് വനങ്ങളിലും ഗുഹകളിലും മരുഭൂമികളിലും മരത്തിന്റെ ചുവട്ടുകളിലും മാറിയിരുന്ന് കൈയടിച്ച് ആരാധിക്കുന്ന ഒരു കൂട്ടം മതത്തെ അന്ന് രൂപകൽപ്പന ചെയ്തു. അതാ ദൈവസഭ. और लेकिन उन दिनों में इन Jesus. तीनों धर्म से अलग जो है परमेश्वर की सभा, जो गुफाओं में मरुभूमि में पेड़ के तले और अलग अलग स्थानों में ताली बजा के परमेश्वर से प्रार्थना करते थे, वो ही है परमेश्वर की कलीसिया। ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോ? और मैंने इतनी बातों को जो बताया, क्या आपने വായിച്ച ध्यान കുറിവാക്യം दिया? ഇതാണ്: നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ. और हमने क्या आयत पढ़ा है कि तुम्हारे ऊपर अनुग्रह और शांति बहुत आयत से होती ഈ रहे। മൂന്ന് മതത്തിലുള്ളവരെ ആയിരുന്നു അന്നത്തെ രാജ്യം മാനിക്കപ്പെട്ടവരുടെ ഗണത്തിൽ ഉൾപ്പെടുത്തിയിരുന്നത്. और इन तीन धर्मों को ही उस समय के राज्य जो है मान सम्मान देते थे। റോമൻ മതത്തിലുള്ളവർക്ക് അവർക്ക് അവരുടേതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഗ്രന്ഥങ്ങളും കൊടുത്തു. और जो रोमियो के धर्म के थे उनको उनकी रीति के अनुसार, उनके आचरण के अनुसार ग्रंथों को दिया गया। ഗ്രീക്ക് മതത്തിലുള്ളവർക്ക് അവർക്ക് അവരുടേതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആരാധന രീതികളും കൊടുത്തു. और जो ग्रीक धर्म के लोग थे उनकी रीतियों के अनुसार, उनके आचरण के अनुसार उनको जो है समय दिया गया। യഹൂദ മതത്തിലുള്ളവർക്ക് അവർക്ക് അവരുടേതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഗ്രന്ഥങ്ങളും കൊടുത്തു. और यहूदियों की जो रीति रिवाज थे और उनके आचरण और उनके ग्रंथों को दिया गया। എന്നാൽ അന്നത്തെ ഗവൺമെന്റ് അംഗീകരിക്കാത്ത ഒരു കൂട്ടർ ആൾക്കാർ പൊങ്ങി വന്നു. അതാ ഈ ഇരിക്കുന്ന നാമും അന്നത്തെ ദൈവമക്കളും. और लेकिन उस समय की सरकार ने जो मान्यता नहीं दी थी, वो ही लोग जो है उठ खड़े हुए, वो ही है परमेश्वर की कलीसिया जो आज हम और आप है। ഇവിടെ നോക്കണം, റോമ ഗവൺമെന്റ് ഒരു കാരണവശാലും ഈ ദൈവമക്കളെ അംഗീകരിച്ചില്ലായിരുന്നു. और आप ध्यान रखें कि जो रोमियो की सरकार ने बिल्कुल भी उनको मान सम्मान नहीं दिया, കാരണം അവർ രാത്രി കാലങ്ങളിലാണ് ദൈവത്തെ ആരാധിക്കാൻ പോകുന്നത്. क्योंकि वो लोग रात को परमेश्वर की आराधना करते थे രാവിലെ ഇവരുടെ ഭവനങ്ങളിൽ ഇവർ കാണും. और सुबह के समय वो अपने घरों में रहते थे। രാത്രി സന്ധ്യയാകുമ്പോൾ ഈ വാതിൽ അടച്ചിട്ടിട്ട് അവർ വനത്തിലേക്ക് കയറും. लेकिन रात को शाम होते ही अपना दरवाजा बंद करके वो वनों में, जो जंगलों में चले വേറെ जाते കുറെ थे। പേര് പകല് വാതിലടച്ച് സന്ധ്യയാകുമ്പോൾ അവര് മരുഭൂമിയിലേക്ക് പോകും. और कुछ लोग जो है अपना घर जो है बंद करके शाम को वो मरुभूमि में चले വേറെ जाते थे। കുറച്ച് പേര് പകല് വീട് പൂട്ടിയിട്ടിട്ട് രാത്രിയിൽ അവർ വീട് പൂട്ടിയിട്ടിട്ട് അവര് ഗുഹയ്ക്കകത്തേക്ക് പോകും. कुछ लोग जो है रात को अपना घर बंद करके वो गुफाओं में चले जाते थे രാവിലെ അവര് തിരികെ വീട്ടിൽ വരും. और सुबह वो लोग फिर घर वापस आते थे। രാത്രിയിൽ അവർ ദൈവത്തെ ആരാധിക്കാൻ പോകും. और रात को वो परमेश्वर की आराधना करने जाते വചനം थे കേൾക്കാനുള്ള അവർ ആഗ്രഹം, और वचन सुनने का उनका जो है ताल्पर्य കൈയടിച്ച് ദൈവത്തെ ആരാധിക്കാനുള്ള അവർ ആഗ്രഹം. और ताली बजा के ശ്രദ്ധിച്ചോ? परमेश्वर की स्तुति करने की उनकी इच्छा। ഈ മതത്തിൽ നിന്നും വിടുവിച്ച് വേർതിരിച്ച് വ്യത്യസ്തരായി ദൈവത്തെ ആരാധിക്കണമെന്നോർത്ത് പതുങ്ങി പതുങ്ങി ആരും കാണാതെ, ഗവൺമെന്റ് കാണാതെ, ഗവൺമെന്റ് നിയമങ്ങളെ വകവയ്ക്കാതെ മാറിയിരുന്ന് ആരാധിച്ച് കരഞ്ഞു പ്രാർത്ഥിച്ച ഒരു കൂട്ടം ദൈവമക്കളുടെ വീടുകൾ രാത്രികാലങ്ങളിൽ അടഞ്ഞു കിടന്നു. और जो है कुछ लोग ऐसे थे जो धीरे धीरे हालेलुया। चुपचाप से सरकार के विरोध में जो है आराम से जो है वो रात को अपना घर बंद करके परमेश्वर की आराधना करने की इच्छा से जाते थे। ऐसे कुछ लोग थे। ഞാനത് യഹൂദ ചരിത്രത്തെ കുറിച്ച് പഠിച്ചപ്പോൾ
ഇങ്ങനെയാണ് ഒരു പ്രാവശ്യം എനിക്ക് വായിപ്പാൻ കഴിഞ്ഞത്. രാത്രിയിൽ അടച്ചിട്ടിരിക്കുന്ന വീടുകൾ എന്ത് ചെയ്യുന്നറിയാമോ? റോമൻ സാമ്രാജ്യക്കാർ ഇറങ്ങി വന്ന് എന്ത് ചെയ്യുന്നറിയാമോ? അത് തീ വെച്ച് ചുട്ടുകളയും. और जब मैंने रोमियो के बारे में पढ़ा था तो मुझे ये पता चला, जो क्या कहते हैं कि रात को जिन घरों में ताले लगे हुए थे वो रोमी साम्राज्य के लोग उसमें आग लगा के उसको जला देते थे. നമുക്കറിയാം കുറച്ച് ദിവസങ്ങളായി ചില വീടുകൾ അടഞ്ഞു കിടന്നാൽ നമ്മുടെ ശ്രദ്ധയിൽ പെടത്തില്ലേ? और हम भी जानते हैं कि कुछ जो घर लगातार अगर बंद रहेंगे तो हम भी उसके ऊपर ध्यान रखेंगे. യഹൂദന്മാരുടെ ശാസ്ത്രിമാരും പുരോഹിതന്മാരും പരീശന്മാരൊക്കെ നടന്നു പോയപ്പോൾ ഒരു ഗാവിലുള്ള വീടുകളെല്ലാം രാത്രി മുഴുവൻ അടഞ്ഞു കിടക്കുകയാണ്. और यहूदियों के जो लोग उनके न्याय और जो फरीसी लोग ये सब जब जाते थे वहां से तो उन्होंने देखा एक गांव के लोगों का दरवाजा रात को അവർ ഉറക്കം നഷ്ടപ്പെടുത്തി ആഹാരം വെടിഞ്ഞ് അവരെവിടെ പോയതാണെന്നുള്ള ചോദ്യം ഉന്നയിച്ചു വന്നപ്പോൾ അവർക്കൊരു കാര്യം പിടികിട്ടി. പകൽ ഇവര് വരും, രാത്രിയിൽ ഇവര് ജീവനുള്ള ദൈവത്തെ ആരാധിക്കാൻ പോകുന്നത് കൊണ്ട് എന്ത് ചെയ്യുന്നറിയാമോ? യഹൂദന്മാർ അവരുടെ വീടുകൾ മുഴുവൻ തീ വെച്ച് ചുട്ടുകളഞ്ഞു. और जो है वहाँ पे पता चला कि ये लोग जो है सुबह तो रहते हैं लेकिन रात को ये इन्हें खाना भी नहीं चाहिए, नींद भी नहीं चाहिए, जीवित परमेश्वर की आराधना करने को जानते हैं. जब इस प्रश्न का उत्तर मिला तो यहूदियों ने उनके घर को जो है जला दिया. ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്നവരോട് ഞാൻ ദൂത് പറഞ്ഞ് തുടങ്ങാം. ആരും കാണാതെ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ യേശുവിന് നീ കൊടുക്കുന്ന വിലയുണ്ടല്ലോ, അത് കാണുന്ന ഒരു ദൈവം ഇന്ന് പകൽ നമ്മുടെ നടുവിലുണ്ട്. और आज यहाँ बैठे हुए लोगों से मैं ये बोलना चाहता हूँ कि अगर आप भी बिना देखे किसी के परमेश्वर को जो मान सम्मान देना चाहिए वो अगर आप देते हैं तो परमेश्वर उसके लिए आपको जो है धन्यवाद होगा. ഒരുപക്ഷെ നിന്റെ ഭർത്താവ് കാണാതെ, നിന്റെ ഭാര്യ കാണാതെ, അല്ലെങ്കിൽ സാമുദായിക ചുറ്റുപാടിൽ നിന്നും പുരോഹിതന്മാര് കാണാതെ രാത്രി കാലങ്ങളിൽ പ്രാർത്ഥനയ്ക്ക് പോയതും പകല നിന്റെ വീട്ടിൽ സാന്നിധ്യമുണ്ട്, രാത്രിയിൽ പതുങ്ങും പാത്തും പോയി ദൈവത്തെ ആരാധിച്ചതിന്റെ പ്രതിഫലമാ ഈ മുൻപിലിരിക്കുന്ന തലമുറയെന്ന് എത്ര മാതാപിതാക്കൾക്ക് തന്റോടത്തോടെ പറയാൻ പറ്റും? കരങ്ങൾ ഉയർത്തി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താമോ? और हो सकता है पिछले दिनों आपने अपने पति के डर से छुप छुपाते हुए परमेश्वर की आराधना के लिए आप रात को गए होंगे, उसी का प्रतिफल है आज ये यहाँ पे जो बैठी हुई आपकी पीढ़ियां. ഇവർ അതിരാവിലെ 3 മണി 4 മണിയാകുമ്പോൾ ദൈവത്തെ ആരാധിച്ചതിന് ശേഷം വനത്തിൽ നിന്നും തെരുവിൽ നിന്നും വയലുകളിൽ നിന്നും അതുപോലെ ഗുഹകളിൽ നിന്നൊക്കെ വീട്ടിലേക്ക് വരുമ്പോൾ അവരുടെ പ്രോപ്പർട്ടി ഏതാന്ന് പോലും അറിയത്തില്ല, മുഴുവൻ തീ വെച്ചു വെന്ത് കിടക്കുകയാണ്. और जब ये परमेश्वर के लोग जो है वो 3-4 बजे के बाद जब वो खेत में से और गुफा में से मरुभूमि जंगल में से जब आते हैं तो वापस क्या देखते हैं? उनको नहीं पता उनकी जो है संपत्ति कौन सी है, क्योंकि वो तो जला दी അവർ गई है. നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറഞ്ഞു, ദൈവമേ, സർവശക്തനായ കർത്താവേ, നിന്നെ രാത്രിയിൽ ആരാധിക്കാൻ വന്നതിന്റെ റിസൾട്ടാ ഞങ്ങളുടെ കിടപ്പാടങ്ങൾ കത്തിക്കരിഞ്ഞു കിടക്കുന്നത്. और तब उन लोगों ने बोला, अपनी छाती पीटते हुए परमेश्वर को बोला कि प्रभु जी, आपको हम बुलाने आए थे, आपकी आराधना करने आए थे, उसका ही परिमाण है ये जो हमारे संपत्ति जो है जल गई है. പൗലോസ്, യോഹന്നാന്, പത്രോസ് ഇതുപോലെയുള്ള ശക്തന്മാരായ അപ്പോസ്തലന്മാർ ജീവിച്ചിരുന്ന കാലത്താണ് ഇന്ന് ഓർത്തോണം ഇതുപോലെയുള്ള അനർത്ഥങ്ങൾ സംഭവിച്ചുകൊണ്ടിരുന്നത്. और पत्रस, യോഹന്നാൻ ऐसे जो परमेश्वर के चेले जीवित रहने के समय ऐसी बातें हुई है वहाँ पे. അന്ന് പത്രോസ് ഒരു തീരുമാനമെടുത്തു. ഇവര് വീട്ടിലേക്ക് വരുമ്പോൾ സ്വന്തമായി ഇവർ കിടപ്പാടമില്ലാതെ വന്ന് ഇവർ വിശ്വാസ ജീവിതത്തിൽ ക്ഷീണിച്ചു പോകരുത്, ഇവരുടെ തലമുറകൾ യേശുവില്ലെന്ന് പറയരുത്, വേർപെട്ട് ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തിലെ ജീവിതത്തിൽ എന്തെങ്കിലും നഷ്ടം സംഭവിക്കുന്നത് ഓർത്ത് മറുതലിച്ച് പുറകോട്ട് പോകുമെന്ന് മനസ്സിലാക്കി പത്രോസ് പറയുക, ചിതറിപ്പോയ യഹൂദന്മാർക്ക് വേണ്ടി ഞാൻ ഇനി ഒരു ലേഖനം എഴുതാൻ പോവുകയാണ്. और यहाँ पे जब पत्रोस को ऐसे पता चला कि जब ये परमेश्वर की आराधना करने के बाद इनके जीवन में नष्ट हो गए हैं, कहीं ऐसा ना हो कि ये पीछे हो जाए और जो है इनके बच्चे भी प्रभु को भूल जाए, तो ऐसे यहूदियों के लिए जो तितर बितर हो गए थे उनके लिए पत्रस ने ये लेख को लिखा है. ഇതിന്റെ ഉത്തരവാദിത്വം പത്രോസിനാണ് അവർ കൊടുത്തത്. പത്രോസേ, നീ അല്പ കഷ്ടതയെക്കുറിച്ചൊക്കെ പ്രസംഗിക്കുന്നവനും കഷ്ടതയെക്കുറിച്ചൊക്കെ പറയുന്നവനുമല്ലേ, അതുകൊണ്ട് ഇവരുടെ ഈ കഷ്ടതയിൽ താങ്ങും തണലുമായി ഇവരെ വിശ്വാസത്തിൽ പിടിച്ചു നിർത്തണമെങ്കിൽ നിന്റെ ചില ലേഖനങ്ങൾ ചലിച്ചേ പറ്റൂ.
और वहां पे पतरस को लोगों ने बोला कि तू हमेशा कष्ट के बारे में बताता है पौलुस, इसलिए इनके कष्ट और दुख के समय एक छाया के रूप में, ताकि ये स्थिरता से खड़े हो जाए, तुझे ही लेख लिखना पड़ेगा। ऐसी जिम्मेदारी पतरस को वहां दी गई। ഇവിടെ രണ്ടാമത്തെ വചനം എഴുതിയിരിക്കുക, ചിതറിപ്പാർക്കുന്ന പരദേശികളും പിതാവുമായ ദൈവത്തിൻ്റെ മുന്നറിവിനൊത്തവണ്ണം ആത്മാവിൻ്റെ വിശുദ്ധീകരണം പ്രാപിച്ച് അനുസരണം കാണിക്കുവാനും യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ തളിക്കപ്പെടുന്നവനുമായി വൃതന്മാരായവർക്ക് ഞാൻ എഴുതുകയാ, നിന്റെ കിടപ്പാടം കത്തിക്കരിഞ്ഞു കിടന്നാലും കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ. और यहाँ पे पतरस ने इसी प्रकार लिखा है कि परमेश्वर पिता के भविष्य ज्ञान के अनुसार आत्मा के पवित्र करने के द्वारा आज्ञा मानने और यीशु मसीह के लहू के छिड़के जाने के लिए चुने गए हैं। चाहे तुम्हारा बिछौना भी तुम्हारा जल गया हो, तो भी अनुग्रह और शांति बहुत आयत से तुम्हें मिलती रहे। കൊച്ചു കുഞ്ഞുങ്ങൾ അവിടെ നിന്ന് ഒരുപാട് വാവിട്ട് കരയുകയാണ്. और छोटे बच्चे वहाँ जोर जोर से रो रहे हैं। എവിടെ പോയതുകൊണ്ട് അവരുടെ കിടപ്പാടം പോയത്? और कहा गए थे कि उनका बिछौना उनसे नष्ट हो गया है। കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്തേ. അവർ ദൈവത്തെ ആരാധിക്കാൻ പോയത് കൊണ്ടല്ലേ ജീവിതത്തിൽ നഷ്ടങ്ങൾ സംഭവിച്ചത്. और वो लोग परमेश्वर की आराधना करने गए थे, इसलिए उनके जीवन में ऐसा नष्ट हुआ है। ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്നവരോട് പറയാം, ജീവിതത്തിൽ നിന്റെ എല്ലാം നഷ്ടപ്പെട്ടാലും കൃപ ചോർന്നു പോകരുത്. അതുകൊണ്ട് പത്രോസ് പറയുന്നത് എല്ലാം പോകട്ടെ, എല്ലാം പോകട്ടെ, കൃപയും സമാധാനവും വർദ്ധിച്ചോണം. और यहाँ बैठे हुए लोगों से मैं यही कहना चाहता हूँ कि आपके जीवन में चाहे सब कुछ नष्ट हो जाए, लेकिन परमेश्वर की कृपा नष्ट नहीं होनी चाहिए। इसलिए पतरस यहाँ पे बोलता है कि अनुग्रह और शांति രാത്രിയിൽ വീട് പൂട്ടി ദൈവത്തെ ആരാധിക്കണമെന്നുള്ള ആഗ്രഹത്തിൽ വെമ്പലോടെ ആഹാരവും പൊതിഞ്ഞു കെട്ടിക്കൊണ്ട് പോയി ദൈവത്തെ ആരാധിച്ച് മടങ്ങി വന്നപ്പോൾ ജീവിതത്തിൽ നേരിട്ട നഷ്ടങ്ങളെ കണ്ട് പകച്ചു നിൽക്കുന്നവരുടെ മുഖത്ത് നോക്കി ശക്തനായ പ്രവാചകനായ പത്രോസ് എഴുതുകയാ, തളർന്നു പോകരുത്, കൃപയും സമാധാനവും വർദ്ധിച്ചോണം. और जो रात को खाना बांध कर जो है आराधना के लिए चले गए थे, और जो वो लोग वापस आए, उनकी संपत्ति का नष्ट उन्होंने जब देखा, तो ऐसे चौंके हुए लोगों से जो है परमेश्वर की आत्मा पतरस के द्वारा कहती है कि अनुग्रह और शांति तुम्हें बहुतायत से मिलती रहे। അവരെ ശൂന്യതയിലേക്ക് വലിച്ചെറിഞ്ഞ സമൂഹത്തെ നോക്കിക്കൊണ്ട് കത്തി ഉയർന്നു നിൽക്കുന്ന പുകപടലങ്ങളെ വിരൽ ചൂണ്ടിക്കൊണ്ട് പത്രോസ് പറയുക, കുഞ്ഞുങ്ങളെ, എന്തെല്ലാം നഷ്ടപ്പെട്ടാലും കൃപ നിന്റെ ജീവിതത്തിൽ വർദ്ധിച്ചോണം. और वहाँ पे जो है जलती हुई उनकी संपत्ति के धुएं को देखते हुए और उनकी शून्यता को देखते हुए पतरस बोलते हैं, बच्चों, तुम्हारे जीवन में अनुग्रह और शांति तुम्हें मिलती रहे। ഇന്ന് പകൽ അകത്തിരിക്കുന്നവരോട് പറയാം, തലമുറയെ കുറിച്ച് വ്യാകുലപ്പെടേണ്ട, അവരുടെ വിദ്യാഭ്യാസത്തെ കുറിച്ച് വ്യാകുലപ്പെടേണ്ട, നിന്റെ ജോലിയെ കുറിച്ച് വ്യാകുലപ്പെടേണ്ട. നീ സത്യസന്ധതയോടെ ഈ വചനം എടുത്താൽ കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ. और मैं यहाँ बैठे हुए लोगों से भी बोलना चाहता हूँ कि बच्चों के लिए चिंता ना करें, अपनी नौकरी के लिए चिंता ना करें, बल्कि अगर आप परमेश्वर का वचन उठा लेंगे तो अनुग्रह और शांति आपके जीवन भर आपके साथ बनी रहेगी। പ്രാരംഭത്തിൽ ആരാധനയിൽ പറഞ്ഞതുപോലെ എല്ലാം നഷ്ടപ്പെട്ടു, എഴുന്നേറ്റ് നിൽക്കാൻ പോലും ജീവനില്ലാതെ കൈകാലുകൾ വിറച്ചു നിന്നപ്പോൾ ആ പ്രാർത്ഥനാ മനുഷ്യൻ പറയുക, എനിക്കൊരു അത്ഭുതം താ, എന്നോടൊന്ന് കരുണ കാണിക്ക്. ദൈവം പറഞ്ഞു, നിനക്ക് ഞാൻ ബലം തരുന്നില്ല, നിനക്ക് ഞാൻ കൃപ തരാം. ഈ കഷ്ടതയുടെ മധ്യത്തിൽ, ഈ വേദനയുടെ മധ്യത്തിൽ, ഈ ശൂന്യതയുടെ മധ്യത്തിൽ നിനക്ക് നിൽക്കാൻ ഞാനൊരു കൃപ തരാം പൗലോസേ. और जो है एक व्यक्ति जो खड़ा था, जो पौलुस वहाँ खड़ा था, परमेश्वर उससे कहता है कि मैं तुम्हें जो है बल नहीं दूंगा, बल्कि तुझे कृपा दूंगा, ताकि सब कुछ नष्ट होने के समय भी तू खड़ा रहे। നമ്മളൊരു കാതലായ ഒരു വചനമാ ഒന്ന് വായിക്കാം. അതിന്റെ 6ാമത്തെ വാക്യം വായിച്ച് ചാപ്റ്റർ 1:6 വളരെ കാതലായ ഒരു വചനത്തിലേക്ക് കയറാം. ആരോടാ ഇത് പറയുന്നേ? और ये वचन किससे बोल रहा है? ശക്തമായി ദൈവത്തെ ആരാധിച്ച ഒരു കൂട്ടം ദൈവമക്കളോടാ പറയുന്നത്. നാനാ പരീക്ഷകൾ ജീവിതത്തിൽ വന്നെന്നോർത്ത് ഭാരപ്പെടണ്ട, അതിൽ ആനന്ദിച്ചോണം.
और यहाँ पे सामर्थ्य से भरे हुए परमेश्वर के लोग जो प्रभु की आराधना करके आए हैं, उनसे पतरस बोल रहा है कि तुम्हारे जीवन में अगर नाना परीक्षाएं भी आ जाएगी तो दुखी मत होना, बल्कि मगन होना। പരീക്ഷയുടെ ദിവസം ചുരുക്കമാണ്. और परीक्षा के दिन थोड़े हैं, കൂടി വന്ന 6 ദിവസമോ 12 ദിവസം കൊണ്ട് പരീക്ഷ തീരും. और ज्यादा से ज्यादा 6 या 12 दिन के अंदर अंदर परीक्षाएं എന്നാൽ ഈ समाप्त हो പരീക്ഷ കഴിഞ്ഞുള്ള ഈ ജീവിതം എത്ര എണ്ണിയാലും തീരത്തില്ല, അത്രത്തോളം സന്തോഷമല്ലേ. लेकिन परीक्षाओं के बाद का जो जीवन है कितना भी गिन ले खत्म नहीं होगा। ശോധനയുള്ള ജീവിതം നിനക്ക് എണ്ണി തീർക്കാൻ പറ്റും, പക്ഷേ ശോധന കഴിഞ്ഞ് ദൈവം നിന്നെ സന്തോഷത്തിൽ കൂടെ വിടുന്നത് എത്ര ദിവസമാണെന്ന് എണ്ണി തീർക്കാൻ പറ്റുന്നുണ്ടോ? और जो है परीक्षाओं से भरा हुआ जीवन आप गिन सकते हैं, लेकिन परीक्षा के बाद का जीवन क्या आप गिन पाएंगे? ഒരു പരീക്ഷയും ഒരു മനുഷ്യനെ തളർത്തത്തില്ല. एक परीक्षा भी किसी एक मनुष्य को जो है नीचे नहीं गिराती, ഒരു പരീക്ഷയും ഒരു വിശ്വാസിയെ ക്ഷീണിപ്പിക്കത്തില്ല. और एक परीक्षा किसी भी विश्वासी को जो है तुच्छ नहीं ഒരു करती है। പരീക്ഷയും നിന്നെ ആത്മീയത്തിൽ പുറകോട്ട് തള്ളത്തില്ല. एक भी परीक्षा आपको आत्मिकता से पीछे की ओर नहीं ढकेलता, കാരണം കൃപ നിന്റെ മേലുണ്ടെങ്കിൽ ഈ പരീക്ഷയിൽ നിനക്ക് ആനന്ദിക്കാൻ പറ്റും. क्योंकि अगर कृपा आपके ऊपर है तो इन परीक्षाओं में भी आप मगन हो सकते हैं। 126 സങ്കീർത്തനം 6-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. 126 verse 6 ഒന്ന് വായിച്ചാൽ. പെട്ടെന്ന് പിള്ളേർ ഞാനൊന്ന് വായിച്ചു. 126 പെട്ടെന്ന് ബൈബിളിലെത്തി. ഒന്ന് ഉറക്കെ വായിച്ച സൗകര്യം ഒന്നുകൂടെ വായിച്ചേ. വിത്ത് ചുമന്ന് നൈൽ നദിയുടെ പശ്ചാത്തലമാണ് 126 സങ്കീർത്തനത്തിൽ കൊടുത്തിരിക്കുന്നത്. और ये 126 जो है नील नदी के वहाँ का वचन है ये। നൈൽ നദി എന്ന് പറഞ്ഞാൽ എപ്പോഴും കര കവിഞ്ഞൊഴുകുന്ന ഒരു നദിയാണ്. और नील नदी हमेशा धाराओं के साथ बहती है। എന്നാൽ ഈ നദിയുടെ തീരത്ത് അവിടുത്തെ കർഷകരുടെ ഒരുപാട് കർഷക സ്ഥലങ്ങളുണ്ട്. लेकिन इस नदी के किनारे पे वहाँ पे किसान लोगों के बहुत फसलें हैं। നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ നദി ഇങ്ങനെ കരഞ്ഞൊഴുകുക, പക്ഷെ അവിടെ വിതയ്ക്കാൻ ഒരു സീസൺ ഉണ്ട്. और आप सोच के देखिए, वो नील नदी जो है किनारे से भी ऊपर बह रही है, लेकिन वहाँ बीज बोने का एक समय है। ആ സമയത്ത് വിത്ത് വിതച്ചില്ലെങ്കിൽ ഫലം കിട്ടത്തില്ല. और उस समय अगर बीज नहीं बोएंगे तो उसका फल नहीं मिलेगा। നമ്മുടെ ദൈവവചനത്തിന്റെ ഓരോ വാക്യങ്ങളും ചരിത്രമുള്ള വാക്യങ്ങളാണ്. और हमारे परमेश्वर के जो वचन का एक एक वचन जो है इतिहास में से है। ചരിത്രമില്ലാത്ത ഒറ്റ വാക്യം ദൈവവചനത്തിലില്ല. और जो इतिहास में नहीं लिखा हुआ ऐसा कोई वचन नहीं है। ഈ 6-ാമത്തെ വാക്യത്തിന്റെ ആശയം എന്താണ് ദൈവാത്മാവ് പഠിപ്പിച്ചു. और ये 6 आयत का इसका आशय क्या है, परमेश्वर की आत्मा ने सिखाया। ഈ കര കവിഞ്ഞൊഴുകുന്ന നൈൽ നദിയുടെ കരയിൽ നിന്നുകൊണ്ട് ചങ്കത്ത് കൈവച്ചുകൊണ്ട് ഒരു കർഷകൻ കരയുകയാ, എന്റെ പ്രോപ്പർട്ടി വെള്ളത്തിനകത്തുണ്ട്, എന്റെ കൃഷിസ്ഥലം ഈ വെള്ളത്തിനകത്തുണ്ട്, ഈ വെള്ളം ഒന്ന് മാറിയിരുന്നെങ്കിൽ എനിക്കൊന്ന് വിത്ത് വിതയ്ക്കാമായിരുന്നല്ലോ. और यहाँ पे नील नदी जो किनारे को भी छोड़ती हुई पार करते हुए बहती है, वहाँ पे वो किसान बोल रहा है कि मेरा फसल जो है इस जमीन में है, अगर ये नदी जो है शांत हो जाएगी तो मैं अपने फल को काट पाऊंगा, ऐसे वो आंसू बहा रहा है। സീസൺ അടുത്തു വരുന്തോറും വെള്ളത്തിന് കുറവ് സംഭവിക്കാതെ വരുമ്പോൾ ഈ കർഷകൻ അവിടെ നിന്ന് വാവിട്ട് നിലവിളിക്കും. और जैसे जैसे जो है मौसम के अनुसार जो है वहाँ के ऋतु के अनुसार जो है ये नदी जो है किनारा छोड़ती हुई जो है बहती है। കാരണം ആ സമയത്ത് വിതച്ചില്ലെങ്കിൽ ആ വർഷം അവർ പട്ടിണിയായി പോകും. क्योंकि अगर इन्होंने उस समय में वहाँ पे बीज को नहीं बोया तो वो भूखे रह जाएंगे എന്നാൽ उस ചില साल। ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ ഈ കർഷകൻ വീണ്ടും നൈൽ നദിയുടെ കരയിലേക്ക് വന്നു. लेकिन कुछ जो है सप्ताहों के बाद ये किसान दोबारा ये नील नदी के पास आया। വെള്ളം തോരുന്നില്ല, മാറുന്നില്ല എന്ന് മനസ്സിലാക്കി തന്റെ ചാക്കിലേക്ക് കണ്ണുനീരോട് അവനെ കൈകൾ ഇറക്കി ഒരു പിടി വിത്ത് വാരിയെറിഞ്ഞിട്ട് പറയുക, ദൈവമേ ഞാൻ വിതച്ചിട്ടുണ്ട്, ഞാൻ കൊയ്യാൻ വരുമ്പോൾ എൻ്റെ പാടത്ത് വിത്ത് വിതഞ്ഞ് നിൽക്കണം. और वो जो है आंसू बहाते हुए अपनी बोरी में से बीज लेके किसान जो है उस नदी में वो बीज को वहां पे डाल देता है किनारे के पास, और वो आंसुओं से कहता है परमेश्वर से कि मैंने इस बीजों को डाल दिया है, लेकिन जब मैं फसल काटने आऊंगा प्रभु
प्रभु आप देना। ചില ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ തിരികെ വീണ്ടും നൈൽ നദിയുടെ കരയിൽ വന്നു. और कुछ सप्ताह के बाद ये किसान दोबारा उस नदी के किनारे आया അവിടെ പാർട്ടീഷൻ വെച്ചിരുന്ന സകല പാർട്ടീഷനും വെള്ളം ഒഴുക്കിക്കൊണ്ട് പോയി. और जहाँ पे उसने ऐसे जो है डिवाइड करके रखा हुआ था वो सारा नदी बहा के ले गई है। പക്ഷേ ഈ കൃഷിക്കാരെ സൂക്ഷ്മതയോടെ നോക്കിയപ്പോൾ കണ്ട ഒരു കാഴ്ച, ആ വെള്ളം കരകവിഞ്ഞൊഴുകിയ സമയത്ത്, വെള്ളം ഇറങ്ങാൻ തുടങ്ങിയ സമയത്തും അവൻ വാരിയെറിഞ്ഞ വിത്തുകൾ മണ്ണിന് മുകളിൽ ഓരോ കിളിർപ്പ് പോലെ പൊങ്ങി നിൽക്കുന്ന കാഴ്ച കണ്ടു. लेकिन उसने वहाँ ध्यान पूर्वक जब देखा कि जब नदी जहाँ किनारे से बह रही थी वहाँ पे देखा कि उसके द्वारा बीज जो डाले गए थे वहाँ पे नए छोटे छोटे पौधे उगाए। അവൻ അന്ന് അവിടെ നിന്ന് കരഞ്ഞതിന്റെ കാരണം എന്നാണെന്നറിയാമോ? അവനറിയാം എന്നെങ്കിലും ഈ നദി പറ്റും. और वहाँ पे वो किसान वहाँ पे क्यों रो रहा था? क्योंकि वो जानता था कभी ना कभी ये नदी वहाँ पे थम जाएगी। ഇന്ന് പകൽ ഇതിനകത്ത് കരയുന്ന കണ്ണുനീരൊഴുക്കുന്ന മാതാപിതാക്കളോട് പറയാം, നിന്റെ പ്രശ്നത്തിന്റെ മുൻപിൽ കൂടെ ഒഴുകുന്ന നദിയുണ്ടല്ലോ, നിന്റെ നന്മ ഉയർന്നു വരാൻ പറ്റാതെ, നീ വിതച്ചത് ഉയർന്നു വരാൻ പറ്റാതെ വെള്ളം കൊണ്ട് മൂടപ്പെട്ട് കിടക്കുകയാണെങ്കിൽ ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്ന മാതാവേ, പിതാവേ, നിന്റെ കണ്ണുനീര് തോരുന്നതിന് മുന്നമേ നീ വിതച്ച വിത്തിന്റെ നന്മ നിന്റെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന മാതാവോ പിതാവേ, കരങ്ങളെ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. और यहाँ पे जो प्रार्थना के द्वारा माता पिता लोग जो बैठे हैं, जिनके जो है प्रार्थना पे पानी की परत पड़ी हुई है और जो है वो आंसू के साथ अपने बीजों को बोते हैं, तो परमेश्वर की आत्मा ऐसे कहती है कि आप अपनी आंखों से आपके जो फलों को आप देखेंगे। അവൻ കണ്ണുനീരോടെ തന്റെ പൊക്കണത്തിലേക്ക് വിരൽ കൈകളിട്ടിട്ട് വാരിയെറിഞ്ഞ വിത്തുകൾ അത് ഉയർന്നു വലിയ വലിയ കായ്ച്ചു നിൽക്കുന്ന നെൽ മണികളായി മാറി. അവൻ അടുത്തു നിന്ന് സുഹൃത്തുക്കളെ വിളിച്ചു, വാ നമുക്കത് കൊയ്തിറക്കാം. और जब वो आंसू के साथ उस किसान ने उस बोरे में से अपने बीज को निकाल कर वहां पे दिया था, उसने क्या देखा कि उसकी फसल जो है अब तैयार है। तो उसने अपने उसके दोस्तों से उसने बोला, आओ हम फसल को काटे। വിത്ത് ചുമന്ന് കരഞ്ഞുകൊണ്ട് അതിന്റെ കരയിൽ കൂടെ കർഷകൻ നടന്നു. चाहे बोने वाला बीज लेकर रोता हुआ चला जाए, എന്നാൽ കൊയ്തെടുത്തതിന് ശേഷം സുഹൃത്തുക്കൾ തന്റെ തലയിലേക്ക് ഈ കൊയ്തെടുത്ത വിത്തുമണികളുമായി നടന്നു പോകുമ്പോൾ പുറകിൽ നിന്ന് കർഷകൻ പറയുകയാ, ഞാൻ കറ്റകൾ ചുമന്ന് ആർത്തുകൊണ്ട് പോകുന്ന എന്റെ കണ്ണുകൾ കൊണ്ട്. लेकिन जब जो है फसल को काट कर पुल्लियों को लेते हुए उसके दोस्त जा रहे थे, तो किसान ने कहा कि मैं जय जयकार के साथ ये लेके जाऊंगा। ഞാൻ ഇവിടെ നിന്ന് പ്രസംഗിച്ച് നിങ്ങൾക്ക് ഉറപ്പ് തരാം, ദൈവത്തിന്റെ മുൻപിൽ നീ കണ്ണുനീരോടെ വിതയ്ക്കുന്നതുണ്ടല്ലോ, ആർപ്പോടെ കൊയ്യുന്നൊരു സമയമുണ്ട്. അതിനുവേണ്ടി കാത്തിരിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. और यहाँ पे मैं परमेश्वर के वचन से जो आपको जो है हियाव बांधना चाहूंगा कि जो अगर आप रोते हुए बीज को लेके आएंगे तो जय जयकार के साथ आप जो है पुलिया लेकर जाएंगे। പ്രാർത്ഥിക്കാൻ അറിയത്തില്ലല്ലോ, പ്രസംഗിക്കാൻ പറ്റുന്നില്ലല്ലോ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുൻപിൽ നിൽക്കാൻ പറ്റുന്നില്ലല്ലോ എന്നോർത്ത് ലഭിക്കുന്ന സമയത്തെ തട്ടിമാറ്റരുത്. കാരണം എന്നാണെന്നറിയാമോ? നീ അവിടെ വിതച്ചാ മതി, ദൈവത്തിന് അറിയാം എപ്പോൾ കൊയ്തെടുക്കണമെന്നുള്ളത്. प्रार्थना करना नहीं आता, वचन बोलना नहीं आता, दूसरों के सामने खड़ा होना नहीं आता, लेकिन आपको सिर्फ इतना करना है कि रो के परमेश्वर के लिए जो है वहाँ पे बीज को बोना है। തകർന്ന് തരിപ്പണമായി കിടക്കുന്ന വിശ്വാസ ജീവിതം ക്ഷീണിച്ചു പോയവരോട് പത്രോസ് പറയും, 7-ാം വാക്യം, അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയതെന്ന് ഞാൻ അറിയുന്നു. और जो विश्वास में जो है पीछे हो गए थे उनके लिए पौलुस इस प्रकार कह रहा है, जो आग से तय हुए नाशवान सोने से भी कहीं अधिक बहुमूल्य है, यीशु मसीह के प्रकट होने पर प्रशंसा और महिमा और आदर का कारण ठहरे। ഇവിടെ വായിച്ചവൻ അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നത് പറയാൻ കാരണം എന്താണെന്നറിയാമോ? തീ കണ്ട് അവരുടെ നന്മകൾ മുഴുവൻ കരിഞ്ഞു. और यहाँ पे नाशवान सोने से और आग से तय हुए यहाँ पे क्यों बोल रहे? क्योंकि आग से उनकी सारी आशीषें नष्ट हो गई थी। ജീവിതത്തിൽ ആരൊക്കെ കൂടെ ഉണ്ടെങ്കിലും പലപ്പോഴും
ഞാൻ തനിച്ചു പോയല്ലോ എന്ന് ഓർക്കുന്ന ചില നിമിഷം ജീവിതത്തിലില്ലേ? और आपके जीवन में हो सकता है बहुत सारे लोग आपके साथ हो, लेकिन कई बार आपको शायद जीवन में लगा हो കൂടെ कि ആ- मैंने अकेला सफर किया കൂടെ है। ആരൊക്കെ ഉണ്ടെങ്കിലും ആവശ്യം വരുമ്പോൾ നിന്റെ കൂടെ ആരുമില്ല എന്ന് ഓർക്കുന്ന ചില നിമിഷങ്ങൾ ജീവിതത്തിലില്ലേ? और बहुत सारे लोग आपके साथ हैं, लेकिन जब आपको एक जरूरत होती है तो आपको क्या ऐसा नहीं लगा कि आप अकेले हैं? യാദൃച്ഛ്യ ആരും ഈ ഡോർ തുറന്ന് ഇതിനകത്തുനിന്ന് വന്നിരിക്കുന്നില്ല. और कोई भी जो है यहाँ पे आज दरवाजा खोल कर नहीं आया, കാരണം ഇതിനകത്ത് വന്നിരിക്കുന്നവരെല്ലാം ദൈവത്തിന്റെ മുൻനിർണയ പ്രകാരം വന്നവരാ. क्योंकि यहाँ पे जो आज उपस्थित है वो परमेश्वर की इच्छा अनुसार यहाँ बैठे हुए हैं। അതുകൊണ്ട് കർത്താവേ, എനിക്ക് നല്ല ഉറപ്പുണ്ട്, എന്തെല്ലാം എൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടാലും, ഞാൻ ആഗ്രഹിക്കുന്ന ഒന്നും ലഭിച്ചില്ലെങ്കിലും എൻ്റെ കൃപയും സമാധാനവും വർദ്ധിച്ചു വരുന്നതായി മാറണം. और आज परमेश्वर के सामने मुझे इस बात में दृढ़ है कि दृढ़ता है कि अगर मेरे को कुछ भी नहीं मिला तो भी परमेश्वर की जो है अनुग्रह और शांति बहुत आयत നമ്മുടെ से मेरे കണ്ണുകൾ ऊपर ദൈവസ്ഥലം रहेगी। അടയ്ക്കാം, ഹൃദയങ്ങളെ ദൈവസന്നിധിയിലേക്ക് ഏകാഗ്രം